നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഐതരയോപനിഷത്തിന്റെ ശാന്തി മന്ത്രത്തിൽ വാണിയും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. സമസ്ത പ്രാണികളുടെ മനസ്സിലും കുറഞ്ഞ തോതിലെങ്കിലും വാണി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. നല്ല മനസ്സില്ലെങ്കിൽ വാണി വികസിക്കുന്നില്ല. വാണി വികസിക്കാത്ത പക്ഷം ജ്ഞാനം നഷ്ടമാകുന്നു. അതിനാൽ നല്ല മനസ്സും ശുദ്ധമായ വാണിയും ജ്ഞാനവും കൂടിച്ചേരുമ്പോഴാണ് ഒരാൾ യോഗ്യനായി തീരുന്നത്. കണി കാണും നേരം കമലാനേത്രന്റെ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനം കേൾക്കാത്തവർ കുറവായിരിക്കും. ലൗകികതയിൽ മുഴുകിയിരിക്കുന്ന സകല ജീവികളിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ കണ്ടെത്താൻ തനിക്ക് കഴിയണം എന്ന ശക്തമായ പ്രാർത്ഥനയാണിത്. ഇനി സന്ധ്യാനാമം കേൾക്കാം. കണി കാണും നേരം കമലനേത്രന്റെ നിറവേറും മഞ്ഞത്തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അടിഞ്ഞു കാണേണം ഭഗവാനേ. കണി കാണും നേരം കമലനേത്രന്റെ നിറവേറും മഞ്ഞത്തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അടിഞ്ഞു കാണണം ഭഗവാനേ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരി ചിലുചിലേ എന്നു കിലുങ്കും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരി ചിലുചിലേ എന്നു കിലുങ്കും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ടും കൃഷ്ണൻ അടുത്തുവാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ടും കൃഷ്ണൻ അടുത്തുവാ ഉണ്ണി കണി കാണാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. എതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവ കണി കാണാൻ. എതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവ കണി കാണാൻ. കണി കാണും
നേരം കമലനേത്രന്റെ നിറവേറും മഞ്ഞത്തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനേ. ഭദ്രകാളിയുടെ അവതാരമാണ് കണ്ണകി. തോറ്റംപാട്ടിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അത്തരം കഥകളിലൂടെയാണ് ഇന്നത്തെ കഥയമമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കൊടുങ്ങല്ലൂർ ഭഗവതിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ദേവി ഭദ്രകാളിയാണ്. ദാരികനെ വധിക്കാനായിട്ടാണ് അമ്മയുടെ അവതാരം ഉണ്ടായത്. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രചാരത്തിലുള്ള മറ്റൊരു സങ്കല്പം കൂടി ഇന്നേ ദിവസം നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റൊന്നും തന്നെയല്ല, കൊടുങ്ങല്ലൂർ അമ്മയും കണ്ണകിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കണ്ണകിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തമിഴ് സംഘകാലത്തിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. സംഘകാലത്തെ കവികളിൽ ഏറ്റവും പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഇളങ്കോയുടെ ചിലപ്പതികാരം എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയിൽ കണ്ണകിയുടെ ചരിതം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥയാണ് ആത്യന്തികമായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പിറവിക്ക് കാരണം എന്ന ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണോ മഹാദേവന്റെ കണ്ണിൽ നിന്ന് ശ്രീഭദ്രകാളി ദാരികനെ വധിക്കാനായിട്ട് ജനിച്ചത്, അതുപോലെ ഒരു സ്ത്രീയിൽ നിന്നുണ്ടായിട്ടുള്ള ദേവീഭാവത്തെ കണ്ണകിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നേ ദിവസം ആ കഥയിലേക്ക് അല്പസമയം നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അവിടെ ഏറ്റവും സുന്ദരിയും അത്യധികം അറിവുള്ളവളുമായിട്ടുള്ള കണ്ണകി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾക്ക് വിവാഹപ്രായമായ സമയത്ത് അവളുടെ മാതാപിതാക്കൾ എല്ലാവരും ചേർന്ന് കോവലൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യാപാരിയെ, ഒരു ധനികനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള യുവാവിനെ വിവാഹം ആലോചിക്കുന്നു. കോവലനും കണ്ണകിയും തമ്മിലുള്ള പൊരുത്തങ്ങളൊക്കെ കൃത്യമായി അവരുടെ ജാതകത്തിലും അവരുടെ മനസ്സുകൊണ്ടും രേഖപ്പെടുത്തുന്നു. അവരുടെ വിവാഹം നടക്കുന്നു. ആദ്യമൊന്നും വിവാഹത്തിൽ വലിയ അസ്വാരസ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് കണ്ണകിയും കോവലനും കഴിഞ്ഞു പോന്നിരുന്നത്. കണ്ണകി ആവട്ടെ അത്യധികം പാതിവൃത്യ വ്രതം സൂക്ഷിക്കുന്നവളായിരുന്നു. ഭർത്താവിനെ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണകിക്ക് എന്തും. അത്രയധികം ഭർത്താവിനെ അവർ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പോലും മാധവി എന്ന പേരുള്ള ഒരു നൃത്തക്കാരിയുടെ നൃത്തം കണ്ട കോവലന് കണ്ണകിയേക്കാൾ കൂടുതൽ സുന്ദരിയാണ് മാധവി എന്നുള്ള തോന്നലുണ്ടാവുകയും കണ്ണകിയെ ഉപേക്ഷിച്ച് പതിയെ പതിയെ കോവലൻ മാധവിയുമായി അടുക്കുകയും ചെയ്യുന്നു. അവസാനം കണ്ണകിയെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കോവലൻ മാധവിയുടെ ഗ്രഹത്തിൽ പോയി പാർക്കുന്നു. ആ സമയത്ത് പൂർണ്ണമായിട്ടും കോവലൻ്റെ ധനം മുഴുവൻ മാധവിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുകയും ഒരു തരത്തിലുള്ള സമ്പത്തും ബാക്കിയില്ലാതായ സമയത്ത് മാധവി കോവലനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. തനിച്ചാക്കപ്പെട്ട പരാജയപ്പെട്ട കോവലൻ തിരിച്ച് വളരെയധികം പശ്ചാത്താപത്തോടു കൂടി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. മാപ്പ് ചോദിക്കുന്നു. ചെയ്ത തെറ്റുകൾക്കൊക്കെ സമസ്താപരാധം പറയുന്നു. കണ്ണകി അത്രയധികം ഭർത്താവിനെ ആദരിക്കുന്നവളായതുകൊണ്ട് ആ തെറ്റ് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങാം എന്നുള്ള ഒരു ധാരണയിൽ കണ്ണകിയുടെ കൈവശമുള്ള ചിലമ്പുകളിൽ ഒന്ന് കൊടുത്തയക്കുന്നു. അതൊരു സ്വർണത്തിൻ്റെ ചിലമ്പായിരുന്നു. അതിനുള്ളിൽ നിറച്ചിട്ടുണ്ടായിരുന്നത് പവിഴമായിരുന്നു എന്നാണ്. ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്ത് സമാധാനമായിട്ടുള്ളത് കൊണ്ട് ഉള്ളതുപോലെ ജീവിക്കാം എന്നുള്ള ധാരണയാണ് ആ ദമ്പതിമാർ തമ്മിലുണ്ടായിരുന്നത്. അങ്ങനെ കോവലൻ മധുര പട്ടണത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരൻ തട്ടാൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ഈ ചിലമ്പ് വിറ്റാൽ എത്ര രൂപ കിട്ടും എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. ആ തട്ടാൻ ആ രാജ്യത്തെ മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം ആ രാജ്ഞിയുടെ ചിലമ്പുണ്ടായിരുന്നു. എന്നാൽ ഇത് നല്ലൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കിയ ആ സ്വർണ്ണപ്പണിക്കാരൻ കോവലൻ കൊണ്ടുവന്ന ചിലമ്പ് രാജ്ഞിയുടെ ചിലമ്പാണെന്നും ഇത് കോവലൻ മോഷ്ടിച്ചതാണെന്നും പറഞ്ഞു വരുത്തി. ഇത് രാജാവിനെ അറിയിച്ചു. കോവലനെ ഭടന്മാർ പിടിച്ചുകൊണ്ടുപോയി രാജസദസ്സിൽ കൊണ്ടുപോയി വിചാരണ ചെയ്തു. അവസാനം മധുരയുടെ രാജാവ് കൽപ്പിക്കുന്നു ഇവൻ്റെ തല വെട്ടിക്കൊള്ളുക. ഉടനെ തന്നെ സമയമെടുക്കാതെ ഭടന്മാർ കോവലനെ തല അറക്കുന്നു. ഇത്
കണ്ണകി അറിയുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ പതിവ്രതയായിട്ടുള്ള സ്ത്രീരത്നം കോപം കൊണ്ട് വിറച്ച് മധുരാ നഗരത്തിലേക്ക് കടന്നു വരുന്നു. തൻ്റെ കയ്യിലുള്ള ചിലമ്പെടുത്ത് നിലത്തടിക്കുന്ന കണ്ണകി അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കാണിച്ചു കൊടുക്കുന്നു, ഇതിനുള്ളിലുള്ളത് പവിഴമാണ്, രാജ്ഞിയുടെ ചിലമ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് മുത്തുകളാണ് എന്ന്. പശ്ചാത്താപം കൊണ്ട് രാജ്ഞിയും രാജാവും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. കണ്ണകി അവരെ വധിച്ചു എന്നും പറയാറുണ്ട്. ആ അമ്മയുടെ കോപം പൂർണ്ണമായിട്ടും അടങ്ങാതെ തൻ്റെ ഒരു മുല പറിച്ചെടുത്ത് മധുരാ നഗരത്തിന് നേരെ വീശി എറിയുന്നു കണ്ണകി. അതോടുകൂടി മധുരാ നഗരം നിന്ന് കത്താൻ തുടങ്ങുന്നു, കത്തിച്ചാമ്പലാവുന്നു. മധുരയെ മുഴുവൻ കത്തിച്ച് ആ ദേവിക്കുള്ളിലുണ്ടായിരുന്ന ഭദ്രകാളി ഭാവം പൂർണ്ണതോതിൽ ഉയർന്നപ്പോൾ ദേവി നേരെ ചേര രാജാക്കന്മാരുടെ സാമ്രാജ്യമായിരുന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂരിലേക്ക് വരികയും അവിടെ വെച്ച് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു എന്നുമാണ് വിശ്വാസം. ആ സ്ഥലത്താണ് ചേരൻ ചെങ്കുട്ടുവൻ ദേവിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത്. അതാണ് പിൽക്കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് മാറിയത് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ കണ്ണകിക്ക് മോക്ഷം ലഭിച്ച, കണ്ണകി സ്വർഗാരോഹണം നടത്തിയ സ്ഥലം എന്ന വിശേഷണം കൂടി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനുണ്ട്. ഒരു വിശ്വാസം അനുസരിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും കണ്ണകിയുടെ ഭൗതികാവശിഷ്ടങ്ങളുണ്ട് എന്ന ഒരു ധാരണ കൂടി പ്രചാരണത്തിലുണ്ട്. എന്തു തന്നെയായാലും ഓരോ സ്ത്രീയും ആത്യന്തികമായിട്ട് ദേവിയാണ്. അവൾക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളാണ് പരാശക്തി എന്നുള്ള മഹത്തായിട്ടുള്ള തത്വമാണ് ഈ കഥയിലൂടെ ഉദ്ഘോഷിക്കപ്പെടുന്നത്. അങ്ങനെ കണ്ണകിയായിട്ട് കൂടി സാന്നിധ്യം ചെയ്യുന്ന ആ കൊടുങ്ങല്ലൂരമ്മയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. സാധാരണ ഒരു പ്രതിഷ്ഠ ഒരു മൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ടുള്ളതായിരിക്കും. ഒരേ പ്രതിഷ്ഠയിൽ തന്നെ വിവിധ ഭാവത്തിലുള്ള ദേവീദേവന്മാരെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന രീതിയുണ്ട് ചില സ്ഥലങ്ങളിൽ. മൂകാംബികയിലെ പൂജാരീതി അപ്രകാരമാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഭാവങ്ങളിൽ ഒരേ ദിവസം പല നേരങ്ങളിൽ അവിടെ പൂജ നടക്കുന്നു. ചില കൃഷ്ണക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഓരോരോ ദിവസം ദശാവതാരത്തിലെ ഓരോരോ ഭാവങ്ങളിൽ മുഴുക്കാപ്പ് നടത്തി ആരാധിക്കുന്ന രീതിയുമുണ്ട്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. അസ്യ ശ്രീരാമകവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുപ്ഛന്ദ സീതാലക്ഷ്മണോപേത ശ്രീരാമചന്ദ്രോ ദേവത നീലജീമൂതസംകാശം വിദ്യുദ്വർണാംബരാവൃതം കോമളാംഗം വിശാലാക്ഷം യുവാനാമതിസുന്ദരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു ശ്രീരാമ വിഗ്രഹം പൂജിച്ചിരുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭഗവാൻ പൂജിച്ചു പോന്ന ശ്രീരാമ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു അത്രേ. ഭാർഗവക്ഷേത്ര ഭൂമിയായ കേരളത്തിലെ ഒരു മുക്കുവന് പിൽക്കാലത്ത് കടലിൽ നിന്ന് ആ വിഗ്രഹം ലഭിച്ചു. ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യസങ്കേതമാണ് പ്രശസ്തമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമ രാമ തൃപ്രയാറിൽ വാഴും രാമ സീത മാനസത്തിൽ മന്ത്രമൊന്നേ രാമ രാമ. ഭാരതത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറു ഭാഗത്ത് നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടത്തെ നിശബ്ദ പ്രകൃതി ആരുടെ മനസ്സിലും ആത്മീയ പ്രകാശം തെളിയിക്കുന്നതാണ്. ഭുവനനായക മോഹന സാർവഭൗമ. വാമന അവതാരം സ്വീകരിച്ച മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ പാദം സത്യലോകത്തിലെത്തി. അത് കണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. ആ തീർത്ഥം ഒഴുകി ഭൂമിയിലും വീണു. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാർ എന്ന നാമം ലഭിച്ചു. തിരുപ്പാതയാർ ലോപിച്ച് തൃപ്രയാർ ആയെന്നും വിശ്വാസമുണ്ട്. ഹൃദയപത്മം ഇതളുകൾ നീർത്തി നിൽപ്പൂ രാമ. തൃപ്രയാർ അപ്പന് അഭിഷേകത്തിനായി
വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായെന്നും ഐതിഹ്യമുണ്ട്. എന്നുമേ ആനന്ദമാണയോധ്യാനാഥൻ. കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലെ ഭരതപ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മേലിലെ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ദർശനത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ. ഈ രാമായണ മാസമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഏറ്റവും വിശേഷപ്പെട്ടതായി കണക്കാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ ഏറ്റവും പ്രസിദ്ധമായതും പൗരാണികവുമായ ഒരു നാലമ്പല ദർശന പാതയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്നാണ് വിശ്വാസം. രാമായണ മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പുണ്യമായി കരുതി പോരുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ നേതൃസ്ഥാനീയൻ കൂടിയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി. ആറാട്ടുപുഴ പൂരത്തിന് 7 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തൃപ്രയാർ തേവർ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള തട്ടകത്തിലെ വിവിധ കുളങ്ങളിൽ ആറാട്ടിനായി എഴുന്നള്ളിപ്പ് പോകുന്നു. ചക്രവർത്തി ഭാവത്തിലുള്ള തൃപ്രയാർ തേവർക്ക് ഇത്തരത്തിലുള്ള ആറാട്ടുകൾക്ക് പോകുന്നതിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പൗരാണിക കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന വഴികളുണ്ട്. ഇന്നും തൻ്റേതായുള്ള പ്രത്യേകമായുള്ള വഴികളിലൂടെ മാത്രമേ തൃപ്രയാർ തേവർ വിവിധ സ്ഥലങ്ങളിലേക്ക്, വിവിധ കുളങ്ങളിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളാറുള്ളത്. ശ്രീരാമ രാമ മഹാഭാഗോ ജാനകീപതേ. പൂരങ്ങളുടെ എല്ലാം മാതാവ് എന്നാണ് ആറാട്ടുപൂരം അറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 23 ദേവതകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ആറാട്ടുപൂരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ആസുരിക ശക്തികളായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ രാക്ഷസന്മാരെയും അവരുടെ 10,000-കണക്കിന് പടയാളികളെയും നിഗ്രഹിച്ച ശേഷം രൂപമെടുത്ത മഹാവിഷ്ണുവിന്റെ അത്യുഗ്രമൂർത്തി സങ്കല്പമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക്. ഈ ഉഗ്രഭാവത്തെ ശമിപ്പിക്കാൻ ഭഗവാന്റെ ഇരുവശത്തുമായി ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ചതുർബാഹുവായ ഭഗവാനെ ദർശിച്ചാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ അപ്പൻ എന്നും തൃപ്രയാർ തേവർ എന്നും ഭഗവാൻ അറിയപ്പെടുന്നു. 6 അടിയുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് മറ്റ് ശ്രീരാമ വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. തൃപ്രയാർ തേവരുടെ രൂപം ചതുർബാഹുവായ വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. 4 കൈകളിലൊന്നിൽ ശംഖും മറ്റൊന്നിൽ ചക്രവും 3-ാമത്തേതിൽ വില്ലും 4-ാമത്തെ കൈയിൽ ഒരു മാലയും കാണാനാകും. ശംഖ് പാഞ്ചജന്യത്തെയും ചക്രം സുദർശനത്തെയും വില്ല് കോദണ്ഡത്തിന്റെയും പ്രതീകമായാണ് സങ്കല്പിച്ചു പോരുന്നത്. വിഗ്രഹത്തിന്റെ ഒരു കൈയിലുള്ള മാല ബ്രഹ്മചൈതന്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ തൃപ്രയാർ തേവർ ത്രിമൂർത്തിഭാവത്തിന്റെ പ്രതീകം കൂടിയാണെന്നും വിശ്വസിക്കുന്നു. രാമം രമാവരം വീരം മനോഹരം. തൃപ്രയാറപ്പന്റെ വിഗ്രഹത്തിന് കാലപ്പഴക്കം കൊണ്ട് പല കോട്ടങ്ങളും തട്ടിയിരുന്നതിനാൽ പുനഃപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ ഭഗവാന് അതിഷ്ടമല്ലെന്ന് തെളിഞ്ഞു അത്രേ. അതിനാൽ പഞ്ചലോഹത്തിൽ തീർത്ത ഒരാവരണം പഴയ വിഗ്രഹത്തിന് ചാർത്തുകയുണ്ടായി. ധാരാളം മരപ്പണികളും കൊത്തുപണികളുമുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് ചുറ്റും രാമായണ കഥയിലെ പല സന്ദർഭങ്ങളും ജീവൻ തുടിക്കുന്ന രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടതും കാഴ്ചയിൽ ഭക്തരിൽ ആത്മീയഭാവം ഉണർത്തുന്നതാണ്. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന് പുറമെ അനേകം ഉപദേവതകൾക്കും ഇവിടെ പൂജാ പ്രാധാന്യമുണ്ട്. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ തെക്കോട്ട് ദർശനമായാണ് ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ.
2 അടി ഉയരമുള്ള ദക്ഷിണാമൂർത്തി വിഗ്രഹത്തെ ശിവഭാവത്തിലാണ് പൂജിക്കുന്നത്. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ശിവ ആരാധന വളരെ കുറവാണെങ്കിലും ഇവിടെ ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയെ വിദ്യാസ്വരൂപനായും സങ്കല്പിച്ചു പോരുന്നു. ശൈവ വൈഷ്ണവ സംസ്കാരത്തിന്റെ ഏകഭാവമാണ് തൃപ്രയാർ ക്ഷേത്രം എന്നതിന്റെ തെളിവാണ് ഈ പ്രതിഷ്ഠാസങ്കല്പങ്ങൾ. ദക്ഷിണാമൂർത്തിക്ക് മുൻപിലുള്ള കെടാവിളക്കും ക്ഷേത്രത്തിന് മുൻപിലൂടെ സ്വച്ഛമായി ഒഴുകുന്ന തൃപ്രയാറും ഇവിടുത്തെ മറ്റു സവിശേഷതയാണ്. നാലമ്പലത്തിനകത്ത് 2 ഗണപതി പ്രതിഷ്ഠയുണ്ട് എന്നതും സവിശേഷമാണ്. ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ഹനുമാൻ, ചാത്തൻ തുടങ്ങിയ ഉപദേവതകളുടെ അദൃശ്യ സാന്നിധ്യവും തൃപ്രയാർ ക്ഷേത്രത്തിലുണ്ട്. എവിടെ ശ്രീരാമമന്ത്രം ഉച്ചരിക്കുന്നുവോ അവിടെ രാമഭക്തനായ ശ്രീ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഹൈന്ദവ സങ്കല്പം. എന്നാൽ ഇവിടെ ഹനുമാന്റെ വിഗ്രഹ പ്രതിഷ്ഠയില്ല. ഹനുമാൻ ഈ ക്ഷേത്രത്തിൽ അദൃശ്യ ചൈതന്യമായി എപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ ഒരു നിലവിളക്ക് ഹനുമാനായി കത്തിച്ചു വയ്ക്കും. മാത്രവുമല്ല, ഹനുമാന്റെ പ്രീതിക്കായി രാമായണത്തിലെ സുന്ദരകാന്ഡം നിത്യേന വായിച്ചു പോരുന്നു. നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാബ്ദേ. കൊടിയേറിയുള്ള ഉത്സവമില്ലാത്തതിനാൽ ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ വെളുത്ത ഏകാദശി ആചരിക്കുമ്പോൾ വൃശ്ചികത്തിലെ കറുത്ത ഏകാദശി ദിവസം നടക്കുന്ന തൃപ്രയാർ ഏകാദശി ഉത്സവം സവിശേഷമാണ്. കതിനവെടി വഴിപാട് തൃപ്രയാർ തേവർക്ക് പ്രിയപ്പെട്ട വഴിപാടായി കരുതിപ്പോരുന്നു. സീത അന്വേഷണത്തിന് ശേഷം എത്തിയ ഹനുമാനെ ആഘോഷപൂർവ്വം സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് കതിനവെടി വഴിപാട് നടത്തിവരുന്നത്. ജീവിതയാത്രയിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാനാണ് കതിനവെടി വഴിപാട് ഭക്തർ നടത്തിവരുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ചാത്തൻ ഭണ്ഡാരം വഴിപാട് ഇവിടെ നടത്തിവരുന്നു. വഴിപാടുകളിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നതിലൂടെ തേവരെ പ്രീതിപ്പെടുത്താമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരത്തെ ഊട്ടുന്നു എന്ന സങ്കല്പവുമുണ്ട് ഇതിനു പിന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം മീനൂട്ട് നടത്തിയിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹൈന്ദവ സംസ്കൃതിയിലെ വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളും ദേവതാസങ്കല്പങ്ങളും ഏകമായ അദ്വൈത ദർശനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹാക്ഷേത്ര സന്നിധിയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഇവിടെ എത്തി ഭഗവാനെ തൊഴുതു വണങ്ങുന്ന ഭക്തർക്ക് ലഭിക്കുന്നത് ഒരായുസിലെ തപസ്സിന്റെ പുണ്യവും. മനസ്സും ശരീരവും ഭിന്നമാണ് എന്നെല്ലാം പറഞ്ഞാലും സാധാരണ ജീവികളിൽ മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തെയും ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിനെയും സ്വാധീനിക്കുന്നു. അതിനാൽ ശരീരവും മനസ്സും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.